അന്ന് നമ്മൾ എടുത്തതിന്റെ ബാക്കിയാണ് നമുക്ക് പറയാനുള്ളത്. മംഗൽ പാണ്ഡെയുടെ കഥ പറഞ്ഞു. ഇനി ബാക്കി നോക്കൂ. Along with the kings and sepoys, common people also took part in the revolt. അതായത് രാജാക്കന്മാരും ശിപായിമാരുടെയും ഒപ്പം കോമൺ പീപ്പിൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവരും ഓൾസോ took part in the revolt. ഈ റിവോൾട്ടിൽ എന്ത് ചെയ്തു? They attacked the British and money lenders. ഇവര് ബ്രിട്ടീഷുകാരെയും അതേപോലെ പണം വായ്പ കൊടുക്കുന്ന ആൾക്കാരെയും എല്ലാം ആക്രമിച്ചു. They set fire to their account books, deeds, documents of transactions. ഈ സമരക്കാരെന്ത് ചെയ്തു? അറ്റാക്ട് ദ ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാരെ ആക്രമിച്ചു. മണി ലെൻഡേഴ്സ്, പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ ആക്രമിച്ചു. ആൻഡ് സെറ്റ് ഫയർ ടു ദെയർ അക്കൗണ്ട് ബുക്സ്, അവര് കണക്കെഴുതി വെക്കുന്ന അവരുടെ പുസ്തകങ്ങൾക്ക് തീ കൊളുത്തി എന്നാണ്. പിന്നെ ഡീഡ്സ്, കരാറുകൾ, അവരുണ്ടാക്കിയുള്ള കരാറുകൾക്ക്, അതുപോലെ ഡോക്യുമെന്റ്സ് ഓഫ് ട്രാൻസാക്ഷൻ, ഇടപാടുകൾ നടത്തിയതിന്റെ രേഖകൾക്കൊക്കെ ഇവരെന്ത് ചെയ്തു? തീ കൊളുത്തി. Salient feature of this rebellion was the active participation of common people like farmers and craftsmen. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ റിബല്യന്റെ, ഈ വിപ്ലവത്തിന്റെ the active participation of common people like farmers and craftsmen. അതായത് കർഷകരും അതുപോലെ കരകൗശല തൊഴിലാളികളും അവരെല്ലാവരും ഇതിൽ വളരെ ഗംഭീരമായിട്ട് ഇതിൽ പങ്കെടുത്തു എന്നാണ്. Out of 1.5 lakh of people who were killed in the riots at Awadh, a princely state, 1 lakh were common people. നോക്കൂ, out of 1.5 lakh of people, ഏകദേശം 1.5 ലക്ഷത്തോളം ജനങ്ങളാണ് കേട്ടോ who were killed in the riots. എന്ത് സംഭവിച്ചവർക്ക്? killed in the riots. ഈ വിപ്ലവത്തിൽ പങ്കെടുത്ത ആളുകൾ 1.5 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു. at അവധ്. അതിൽ നോക്കൂ, അതില് അവധ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ, പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു രാജഭരണം നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് 1 lakh കോമൺ പീപ്പിൾ, ആ 1.5 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ട ഈ അവധ് എന്ന് പറയുന്ന പ്രദേശത്ത് 1.5 ലക്ഷത്തോളം പേര് കൊല്ലപ്പെട്ടതിൽ 1 ലക്ഷം പേര് സാധാരണക്കാരായ ജനങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കൂ, സാധാരണക്കാരുടെ പങ്കാളിത്തമാണ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നാണ് ഈ ഭാഗത്ത് ഇതിൽ നമ്മളോട് പറയുന്നത്. ഓക്കെ, ഇനി the real strength of the rebellion was Hindu-Muslim unity. ഈ പ്രധാനമായിട്ടും ഈ സമരത്തിന്റെ ശക്തി എന്തായിരുന്നു എന്നറിയാമോ? ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും യൂണിറ്റി. യൂണിറ്റി എന്താ? അവരൊന്നിച്ചു എന്നാ പറഞ്ഞത്. അവർ ഇന്നത്തെ പോലെ ആയിരുന്നില്ല എന്നാ പറഞ്ഞത്. A spirit of cooperation existed among the soldiers, common people and leaders. ആരൊക്കെയാ? സോൾജേഴ്സ്, പട്ടാളക്കാര്, കോമൺ പീപ്പിൾ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, ആൻഡ് ലീഡേഴ്സ്, നേതാക്കന്മാര്. ഇവരുടെ ഇടയിൽ എല്ലാവർക്കും ഇടയിൽ എന്ത് വന്നു? സ്പിരിറ്റ് ഓഫ് കോപ്പറേഷൻ, ഒരു സഹകരണത്തിന്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു ആവേശം എന്നാണ്. കോമൺ പീപ്പിൾ captured Delhi and declared Bahadur Shah II as the Emperor of India. ഈ വിപ്ലവകാരികള് ഡൽഹി പിടിച്ചെടുക്കുകയും ബഹാദൂർ ഷാ സെക്കൻഡിനെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. The table below shows the major centers of revolt and leaders. ഇവിടെ ഒരു എന്താണ് പട്ടിക കൊടുത്തിട്ടുണ്ട്. ഈ പട്ടികയിൽ ഇതാ പ്രധാനപ്പെട്ട വിപ്ലവം നടന്ന പ്രധാന കേന്ദ്രങ്ങളും ആ വിപ്ലവം നയിച്ച നേതാക്കന്മാരുടെയും പട്ടികയാണ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ബഹാദൂർ ഷാ രണ്ടാമൻ ഡൽഹി ആസ്ഥാനമായിട്ട് വിപ്ലവം നടത്തിയ നേതാവാണ്. റാണി ലക്ഷ്മിബായ് ഝാൻസി ആസ്ഥാനം, ഝാൻസി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാ. ഝാൻസി റാണി എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? അവരെ ബീഗം ഹസരത്ത് മഹൽ ലക്നൗ കേന്ദ്രമാക്കിയിട്ട് എന്താണ് വിപ്ലവം നടത്തിയ നേതാവ്. നാനാ സാഹേബ്
താൻഷ്യ തോപ്പി, ഇവർ എന്താണ് രണ്ടാൾക്കാരാണ് കേട്ടോ കാൺപൂർ ആസ്ഥാനമാക്കിയിട്ട് വിപ്ലവം നടത്തിയ ആൾക്കാർ. അതുപോലെ ഫൈസാബാദില് വിപ്ലവം നടത്തിയ ആളെ നോക്കൂ, മൗലവി അഹമ്മദുള്ള എന്ന് പറയുന്ന ആളാണ് ഫൈസാബാദ് കേന്ദ്രമാക്കിയിട്ട് എന്താണ് വിപ്ലവം നടത്തിയിട്ടുള്ള നേതാവ്. Traitors could not overcome the superior military power of British and rebellion was completely suppressed. പക്ഷേ ഈ പാവം വിപ്ലവകാരികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? They could not overcome the superior military power of British. ബ്രിട്ടീഷുകാരുടെ ഭയങ്കരമായ സൈനിക ശക്തി, ആ സൈനിക ശക്തിയെ ഇവർക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചില്ല. ആൻഡ് റിബല്യൻ വാസ് കംപ്ലീറ്റ്ലി സപ്രസ്ഡ്. അങ്ങനെ ഈ റിബല്യൻ, ഈ വിപ്ലവം എന്തായി? മുഴുവനായിട്ടും അടിച്ചമർത്തപ്പെട്ടു. Though the revolt could not succeed completely, ഈ വിപ്ലവം ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ലെങ്കിലും it was marked as the foremost massive resistance of Indians against British. ഇത് എന്തുപോലെ അടയാളപ്പെടുത്തുന്നു? ഇതെന്തായിട്ട് കണക്കാക്കപ്പെടുന്നു? The foremost massive resistance of Indians against British. എന്താ പറയുന്നത്? The foremost massive resistance, foremost പ്രധാനപ്പെട്ട, മാസീവ് കൂട്ടമായിട്ടുള്ള റെസിസ്റ്റൻസ്, എതിർപ്പ്. ആരുടെ? ഇന്ത്യൻസ്, ഓഫ് ഇന്ത്യൻസ്. ആർക്കെതിരെ? അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. നോക്കൂ, ഈ വിപ്ലവത്തിൽ പറഞ്ഞു 1.5 ലക്ഷത്തോളം ആളുകൾ മരിച്ചു. അതിൽ 1 ലക്ഷത്തോളം സാധാരണക്കാർ മരിച്ചു. ബ്രിട്ടീഷുകാരുടെ സൈനിക ശക്തിക്ക് മുൻപിൽ ഈ വിപ്ലവത്തിന് പിടിച്ചു നിൽക്കാനായില്ല എന്നൊക്കെ തന്നെയാണെങ്കിലും ഈ വിപ്ലവം എന്താണെന്ന് പറയുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ജനക്കൂട്ടത്തിന്റെ, ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയതിന്റെ ഒരു കൂട്ടമായ എതിർപ്പിന്റെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ്, അങ്ങനെ ഒരു എതിർപ്പായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റ് took over India from British East India Company. ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് ചെയ്തു? took over India, ഇന്ത്യയെ ഏറ്റെടുത്തു. എവിടെ നിന്നും? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതുവരെ ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ല, ബ്രിട്ടീഷ് രാജ്യമല്ല, ബ്രിട്ടീഷ് കമ്പനിയായിരുന്നു. ആ കമ്പനിയിൽ നിന്ന് ഭരണം അവരുടെ രാജ്യം ഏറ്റെടുത്തു. However, the economic exploitation of British reached its extreme level in the post-1957 phase. അതേസമയം എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, സാമ്പത്തികമായിട്ട് ഇന്ത്യയെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്നുണ്ടല്ലോ, reached its extreme exploitation, അതതിന്റെ പരമകാഷ്ഠയിലെത്തിയിരുന്നു എന്നാണ് പറഞ്ഞത്. ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, സാമ്പത്തിക ചൂഷണം. ഇപ്പോ ഇൻ ദ പോസ്റ്റ് 1857 ഫേസ്, 1857 ഘട്ടത്തിന് ശേഷം, ആ ഘട്ടത്തിൽ it is evident in starvation death at that time. നോക്കൂ, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു സംഭവം എന്താണെന്ന് അറിയോ? സ്റ്റാർവേഷൻ ഡെത്ത്, പട്ടിണി മരണം. നമ്മൾ വെച്ചിരിക്കുന്ന പേജിന്റെ മുകളിൽ ഒരു പടം കാണിച്ചിട്ടുണ്ട്. കുറച്ച് ആൾക്കാരെ പിക്ചർ ഓഫ് ഫാമൈൻ, എന്താ പട്ടിണിയുടെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. പട്ടിണിയുടെ ചിത്രം, പട്ടിണി കോലങ്ങൾ എന്നൊക്കെ പറയും നമ്മള്. അത് ശരിക്കും ആ പട്ടിണി കോലത്തിന്റെ ചിത്രമാണ്. നോക്കൂ, ആ പിക്ചർ ഓഫ് ഫാമൈൻ, പട്ടിണിയുടെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടാ? In the second half of the 19th century, around 2 crores of the people died, spread over 24 great famines. എന്താ പറയുന്നത്? In the second half of 19th century, അങ്ങനെ 19ാം നൂറ്റാണ്ടിന്റെ പകുതി കഴിഞ്ഞപ്പോൾ, അതായത് 1850 ശേഷം, around 2 crores, ഏകദേശം 2 കോടി ആളുകളാണ്. സാരല്ല, 2 കോടി എന്ന് പറഞ്ഞാൽ 200 ലക്ഷം അത് മരിച്ചു. എങ്ങനെ മരിച്ചു? സ്പ്രെഡ് ഓവർ 24 ഗ്രേറ്റ്, അതായത് ഏകദേശം 24ഓളം ഗ്രേറ്റ് ഫാമൈൻസ് അല്ലെ, 24ഓളം പട്ടിണികൾ ഉണ്ടായി എന്നാ പറഞ്ഞത്. 24ഓളം എന്താ പറയാ, 24 വൻ ക്ഷാമം, ഗ്രേറ്റ് ഫാമൈൻ എന്ന് പറയുന്നത് വൻ ക്ഷാമം. ഓക്കെ, ഇതാണ് ഇന്ത്യയുടെ അന്നത്തെ ഒരു അവസ്ഥ. അടുത്തേക്ക് നമ്മൾ പോകട്ടെ, റിയലൈസിങ് എക്സ്പ്ലോയിറ്റേഷൻ. ഇനി ഇന്ത്യയെ ചൂഷണം ചെയ്യുന്നത് ഇന്ത്യ തിരിച്ചറിയുന്നു, അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്.
നോക്കൂ, ഇന്ത്യ തിരിച്ചറിയുന്നു. The economic exploitation of British created an anti-British feeling among the different sections of it. This attitude was a major factor that led to emergence of Indian nationalism in 19th century. നോക്കൂ, എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, സാമ്പത്തികമായ ചൂഷണം ആരുടെ? ബ്രിട്ടീഷ്. ക്രിയേറ്റഡ് ആൻ ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ്. എന്താ ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു മനോഭാവം, അതായത് ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ആക്കുവാണ്. ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉണ്ടായിരുന്നവർ. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിലുള്ള ആൾക്കാരല്ല. among different sections of people, എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും എന്ന് വെച്ചാൽ വ്യത്യസ്തമായ വിഭാഗം, അതായത് കർഷകരും കരകൗശലക്കാരും ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ എല്ലാവരും ജാതി മതഭേദമന്യേ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ. This attitude was major factor that led to the emergence of Indian nationalism in 19th century. ഈ ഒരു മനോഭാവം, ഈ ആറ്റിറ്റ്യൂഡ് വാസ് മേജർ ഫാക്ടർ, അതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ഘടകം. എന്തിനുള്ള ഘടകം? led to emergence of Indian nationalism. ഇന്ത്യൻ ദേശീയത, ഇന്ത്യൻ നാഷണലിസം. എന്താ നാഷണലിസം? മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹിസ്റ്ററി പാഠം തുടങ്ങുമ്പോൾ തന്നെ നാഷണലിസം എന്ന് പറയുന്ന സങ്കല്പം എന്തുട്ടാ? തന്റെ ദേശമാണ് ഏറ്റവും വലുത്, തന്റെ ദേശം എന്ത് ചെയ്താലും അത് ചെയ്യും, അത് തെറ്റ് ചെയ്താലും ചെയ്യും, മറ്റുള്ളവരെന്ത് ചെയ്യുന്നതൊക്കെ തെറ്റ്. അങ്ങനെയുള്ള ഒരു ചിന്തയാണ് ഈ നാഷണലിസം എന്ന് പറഞ്ഞത്. അത് തീവ്ര നാഷണലിസം എന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ? അഗ്രസീവ് നാഷണലിസം, അല്ലെ? നമ്മുടെ രാജ്യം തെറ്റ് ചെയ്താലും ശരി എന്നാണ് നമ്മൾ വിശ്വസിച്ചാൽ അത് അഗ്രസീവ് നാഷണലിസം. അത് വേണ്ട. ഇത് വെറും നാഷണലിസം ആണ്, ഇന്ത്യൻ നാഷണലിസം. അതായത് നമ്മുടെ ദേശത്തിന് എതിരെ ആൾക്കാർ നീങ്ങുമ്പോൾ നമ്മൾ അവർക്കെതിരെ, അല്ലെങ്കിൽ അവർക്കെതിരെ നമ്മൾ ചിന്തിക്കുക. അത് ഇന്ത്യൻ നാഷണലിസം. Nationalism is the sense of unity among the people of country irrespective of caste, creed, religion and region. എന്താ പറയുന്നത്? നാഷണലിസം എന്ന് പറയുന്നത് അതിന്റെ അവസ്ഥയെ പറയുന്നത് സെൻസ് ഓഫ് യൂണിറ്റി among people, ജനങ്ങൾക്കിടയിലുള്ള ഐക്യം. of a country irrespective of caste, creed, religion, ജനങ്ങളുടെ ജാതി, മതം, അതുപോലെ അവരെ ഏത് സ്ഥലത്ത് താമസിക്കുന്നു, ഇതൊന്നൊരു വിഷയമല്ല. ഇതൊക്കെ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഉള്ള ഒന്നാണ് നാഷണലിസം എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് an example for such an organized form of nationalism. നാഷണലിസത്തിന്റെ സംഘടിത രൂപമാണത്രേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാട്ട, അന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ആകെ ഒരു പാർട്ടി ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതായത് ജനങ്ങളെ സംഘടിപ്പിച്ചു നിർത്തുമ്പോൾ ഒരു പേരിടണ്ടേ, ആ പേരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ആൾക്കാരും അതിലുണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ് ഇൻ ഡിസംബർ 1885 ഇൻ ബോംബെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് രൂപീകരിക്കപ്പെട്ടത്? 1885. എവിടെ വെച്ചാണ്? ബോംബെയിൽ വെച്ച്. 72 delegates from different parts of India attended first session. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബോംബെയിൽ വെച്ച്, അന്ന് ബോംബെ ആണ് കേട്ടോ, ഇന്ന് മുംബൈ. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൽ എന്താണെന്നാ പറഞ്ഞത്? 72 delegates, 72 പ്രതിനിധികൾ. എങ്ങനെയുള്ള പ്രതിനിധികൾ? ഫ്രം ഡിഫറന്റ് പാർട്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വ്യത്യസ്തമായ പ്രദേശത്തിൽ നിന്നും 72 പ്രതിനിധികൾ ഇതിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് led the anti-British struggle from 1885 till India attained independence 47. നോക്കൂ, ഈ ബ്രിട്ടീഷ് വിരുദ്ധ സമരം നയിച്ചതാരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അത് രൂപീകരിക്കപ്പെട്ട ആ നിമിഷം മുതൽ, അതായത് 1885 മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന 1947, ആ 47 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തു? ഈ സമരം നടത്തി. ദാദാഭായ് നവറോജി was the person who studied about the facts on
determination of Indian economy. ദാദാഭായ് നവറോജി ആരാ? ദാദാഭായ് നവറോജി ആയിരുന്നു the person who studied about the fact on determination of Indian economy. അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് അത് പഠിച്ച് അത് മനസ്സിലാക്കിയ ആള് ദാദാഭായ് നവറോജി അണ്ടർ ബ്രിട്ടീഷ് റൂൾ. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് അതിനെക്കുറിച്ച് എന്താണ് ഇന്ത്യൻ ഇക്കണോമിയെ കുറിച്ച് പഠിച്ച് അതിന്റെ വസ്തുതകളിലേക്ക് പോയ ആളാണ് ദാദാഭായ് നവറോജി. The drain of wealth to England was the root cause of the poverty. അതായത് എന്തുകൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നശിച്ചു, അല്ലെങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇങ്ങനെ തകർന്നു, ആ തകർച്ചയെ കുറിച്ച് ദാദാഭായ് നവറോജി പഠിച്ചപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി എന്താണെന്ന് അറിയോ? ദ ഡ്രെയിൻ, അതായത് ഇവിടെ പറ്റി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പറ്റി, ഇവിടുത്തെ എന്താണ് സമ്പത്ത് മുഴുവനും പറ്റി. എന്താ കാരണം? ഇംഗ്ലണ്ട് വാസ് ദ റൂട്ട് കോസ് ഓഫ് പോവർട്ടി. അതായിരുന്നു ഇന്ത്യയിലെ ദാരിദ്ര്യത്തിനുള്ള കാരണം. ആൻഡ് സ്റ്റാർവേഷൻ, പട്ടിണിക്കുള്ള കാരണം. ഇൻ ഇന്ത്യ, based on the study of, he put forward drain theory. ആ തിയറിയെ അദ്ദേഹം ഒരു പേരിട്ടത് ഡ്രെയിൻ തിയറി, അഥവാ എന്താണ് മലയാളത്തിൽ അതിനെ പറയുന്ന പേരെന്താ? പോവർട്ടി ആൻഡ് എന്താണ് ചോർച്ചാ സിദ്ധാന്തം. ഇതിനെ പറയുന്ന പേരെന്താ? ചോർച്ചാ സിദ്ധാന്തം. മലയാളത്തിൽ ചോർച്ചാ സിദ്ധാന്തം. ഓക്കെ. ആൻസർ, ഹൗ ഡിഡ് ഇന്ത്യൻ വെൽത്ത് ഫ്ലോ ബ്രിട്ടൻ? എന്നിട്ട് അതിലൂടെ അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ എങ്ങനെയാണ് ഇന്ത്യയിലെ സമ്പത്ത് മുഴുവനും ബ്രിട്ടനിലേക്ക് പോയത് എന്ന് അദ്ദേഹം പറഞ്ഞു. നോക്കൂ, അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറഞ്ഞത്. എക്സ്പോർട്ട് ഇന്ത്യൻ റോ മെറ്റീരിയൽ, ഇന്ത്യയിൽ ഉണ്ടാകുന്ന വിഭവങ്ങൾ അത് മുഴുവനും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറ്റി അയച്ചു. സാലറി ആൻഡ് പെൻഷൻ ടു ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ വിഭവങ്ങൾ എടുത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരായിട്ടുള്ള ഓഫീസർമാരുണ്ടല്ലോ, നമ്മൾ ഭരിക്കുന്ന ആൾക്കാർ, അതായത് നമ്മളെ പട്ടിണിക്ക് എടുക്കുന്ന ആൾക്കാർക്കുള്ള ശമ്പളം നമ്മുടെ കയ്യിൽ കാശുണ്ട്. ഇനി പ്രോഫിറ്റ് ഗെയിൻഡ് ത്രൂ സെയിൽ ഓഫ് ബ്രിട്ടീഷ് പ്രോഡക്റ്റ് ഇൻ ഇന്ത്യ. ഇനി ബ്രിട്ടന് ഒരു ഉപയോഗമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് നിർബന്ധിച്ച് വിറ്റു, എന്നിട്ട് അതിലൂടെ ലാഭം ഉണ്ടാക്കി. ടാക്സ് ഫ്രം ഇന്ത്യ, ഇന്ത്യക്കാരുടെ കയ്യിൽ നിന്ന് നികുതി പിരിച്ചു. The earlier leader like Dadabhai Naoroji, Ramesh Chandra Dutt and Gopal Krishna Gokhale had pivotal role in making the common people aware of the economic policy of British that impoverished them. നോക്കൂ, ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, ഗോപാൽ കൃഷ്ണ ഗോഖലെ, 3 നേതാക്കന്മാരുടെ പേരാ പറഞ്ഞിട്ടാ. ഇവർ എങ്ങനെയുള്ള ആൾക്കാരായിരുന്നു എന്ന് പറഞ്ഞത്? ഇവർക്ക് പിവോട്ടൽ റോൾ എന്ന് പറഞ്ഞാൽ അവരായിരുന്നു കുന്തമുന എന്ന് പറയുന്നത്. അതായത് പ്രധാനപ്പെട്ട പങ്ക് അവർക്കുണ്ടായിരുന്നു. എന്തിനാ? സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അതായത് എങ്ങനെ നിങ്ങൾ പട്ടിണിക്കാരായി, നിങ്ങളുടെ കാശ് മുഴുവനും ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി, നിങ്ങൾ അവർക്ക് വേണ്ടി അവർ പറഞ്ഞത് മുഴുവനും കേട്ട് നടന്നത് കൊണ്ടാണ് നിങ്ങൾ പട്ടിണിക്കാരായി തീർന്ന വിവരം സാധാരണക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിച്ചു. ഇവരാണ് അതിന് പ്രധാന പങ്ക് വഹിച്ചത് എന്നാണ്. കോമൺ പീപ്പിൾ റിയലൈസ്ഡ് ദാറ്റ് ദ പോവർട്ടി ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ they based had been creation of British. അങ്ങനെ സാധാരണക്കാരായ ജനങ്ങൾ റിയലൈസ്ഡ്, അവർ തിരിച്ചറിഞ്ഞു, പോവർട്ടി ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, ദാരിദ്ര്യവും ചൂഷണവും അതെല്ലാം ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയാണ്. നമ്മളെ ദരിദ്രരാക്കിയതും ചൂഷണം ചെയ്തതും ബ്രിട്ടീഷുകാരാണ്. ഇറ്റ് റീഇൻഫോഴ്സ്ഡ് their anti-British attitude. ഇത് അവരുടെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവത്തിന് റീഇൻഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ബലപ്പെടുത്തി. The nationalism grown out of such awareness is termed by some historians as economic nationalism. അങ്ങനെ ഉണ്ടായ നാഷണലിസത്തിനെ ചില ആളുകൾ പേരിട്ട് വിളിക്കുന്നത് എന്താണെന്ന് അറിയോ? ഇക്കണോമിക് നാഷണലിസം. അത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത ഹെഡാണ്, ഇത് അടുത്ത ക്ലാസ്. അപ്പോ ഇന്ന് പറഞ്ഞതൊഴികെ ബാക്കി ആദ്യമുള്ള ഭാഗങ്ങള് ഇന്ന് വൈകിട്ട് 7 മണിക്ക് പരീക്ഷ ഉണ്ടാകും. പരീക്ഷയ്ക്ക് തയ്യാറാവാൻ വേണ്ടിയിട്ട് പോയിന്റുകൾ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, വായിച്ച് പഠിക്കുക, പോയിന്റുകൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കുക, എന്നിട്ടൊന്ന് എഴുതി നോക്കൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ.